ഹലോ. സമരാധ്യനായ യോഗാധ്യക്ഷൻ ശ്രീ ജെയ്സൺ ചെറിയത്ത്, പ്രസിഡന്റ് ഡോൺ ബോസ്കോ അലുമിനിയ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ മുൻ കൃഷിമന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, പുസ്തകം ധീരജിൻ്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീമതി ഡോക്ടർ ജൻസ മേനോൻ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ജയൻ തോമസ്, ശ്രീ സനൽകുമാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, സ്നേഹിതൻ ധീരജിൻ്റെ പുസ്തകം എന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു ഇത് ധീരജിൻ്റെ ഒരു പക്ഷേ കേട്ടറിവുകളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ധീരജ് എഴുതുന്ന ഒരു പുസ്തകമാണ്. ധീരജ് മുൻപ് കോളേജ് മാഗസിനുകളിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന ആളായിരുന്നു. അതിന് ഒരു 10-20 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം പിന്നീട് എഴുത്തൊക്കെ നിർത്തിയിട്ടായിരുന്നു. പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കൾ പറയാറുണ്ടായിരുന്നു ധീരജ് എഴുതണം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ധീരജ് കുറേ കാലങ്ങൾ ധീരജ് DC ബുക്സിൻ്റെ കറണ്ട് ബുക്സിൻ്റെ മാനേജറായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനിലൂടെ ഒരു ദേശത്തിൻ്റെ ചരിത്രം, പലപ്പോഴും പ്രാദേശിക ചരിത്രം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് തന്നെ പ്രാദേശിക ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കാറില്ലെങ്കിലും പലപ്പോഴും പ്രാദേശിക ചരിത്രം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ക്രിസ്മസ് അപ്പൂപ്പനിലൂടെ ഒരു മിത്തുകളും യാഥാർത്ഥ്യങ്ങളുമായിക്കൊണ്ട് കുറേ പ്രാദേശിക ചരിത്രത്തെ രേഖപ്പെടുത്തിയെടുക്കാനുള്ള വരച്ചിടാനുള്ള ഒരു ശ്രമമാണ് ധീരജ് പുസ്തകത്തിലൂടെ നടക്കുന്നത്. മമ്മൂട്ടി, സുബ്രൻ മുതൽ പോർട്ടുഗാലും തുടങ്ങി ധീരജിൻ്റെ ആഫ്രിക്കയിലുണ്ടാകുന്ന വിശേഷങ്ങളുമായിക്കൊണ്ട് ഒരു പുസ്തകം, ഒരു ചരിത്രരചന അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ചരിത്രം ഇവിടെ കുറിക്കപ്പെടുകയാണ്. പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കാര്യം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ ജെയ്സൺ ചെറിയത്താണ്. ഡോൺ ബോസ്കോ ധീരജ് വിദ്യാലയമായ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ അലുമിനിയം അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ശ്രീ ജെയ്സൺ ചെറിയത്തിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട കൃഷി മന്ത്രിയായിരുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സുനിൽചേട്ടനാണ്. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സുനിൽചേട്ടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരള കോളേജിൻ്റെ പ്രൊഫസർ, മലയാള വിഭാഗം പ്രൊഫസറായിട്ടുള്ള ശ്രീമതി ജൻസ മേനോനാണ്. ഡോക്ടർ ജൻസ മേനോനാണ്. മാഡത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് സോഷ്യൽ ആക്ഷൻ ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജയൻ തോമസ് ആണ്. അദ്ദേഹം ആദ്യാവസാനം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സനൽകുമാർ ആണ്. കോർവ എന്ന് പറയുന്ന കോർഡിനേഷൻ തൃശ്ശൂരിൻ്റെ ഫ്ലാറ്റുകളുടെയും മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളുടെയും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടാണ്. പലപ്പോഴും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ധീരജ കോർവയുടെ പ്രസിഡന്റാണ്. സനൽകുമാർ സാറാണ് സെക്രട്ടറി. സനൽകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പഴയ ധീരജ് 5 വർഷത്തോളം പഠിച്ചിരുന്ന ശ്രീ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളും അവരെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉദയനഗർ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളുണ്ട്. ധീരജിൻ്റെ വിപുലമായ ബന്ധങ്ങളിലുള്ള പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കളുണ്ട്, വീട്ടുകാരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ ജെയ്സൺ ചെറിയത്ത് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന മിനിസ്റ്റാറിലെ സർവശ്രീ സ്വാഗത പ്രസംഗനായ സിജു കുമാർ, പുസ്തക പ്രകാശനത്തിനായിട്ട് ഉടനെ എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ,
ആദ്യ പുസ്തക സ്വീകരണത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ജൽസ മേനോൻ, ആശംസ അർപ്പിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജയൻ തോമസ്, ശ്രീ സനിൽകുമാർ എസ്, പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രിയപ്പെട്ട ധീരജ്, മറ്റ് എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, മറ്റു കുടുംബാംഗങ്ങളെ. ധീരജ് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു. കാരണം ധീരജ് ഇങ്ങനെ ഒരു എഴുത്തുകാരനാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നില്ല. അങ്ങനെ ധീരജ് പെട്ടെന്നൊരു പ്രവാസി വിളിച്ചിട്ട് ഒരു പുസ്തക പ്രകാശനമുണ്ട്, ഞാൻ എഴുതിയ പുസ്തകമാണെന്നൊക്കെ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞൊരു ഷോക്കിലാണ് ധീരജിനോട്. എന്താ സംസാരിച്ചതെന്ന് മനസ്സിലായില്ല. ശരിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ചെന്നൈയിലായിരുന്നു. മിനിഞ്ഞാന്നൊരു വാട്സപ്പ് വന്നു, ഇങ്ങനൊരു പരിപാടിയിൽ ഞാൻ അധ്യക്ഷനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചത് പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ പേരെഴുതുന്നുണ്ടാവും, അതിന് വിരോധമില്ലെന്ന് പറയാനാണ് ഞാൻ സമ്മതം പറഞ്ഞത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തോട്ട് വന്ന് ഒരു പുസ്തകമൊക്കെ എഴുതാൻ സാധിച്ചതിൽ. ഞാനും ഇവിടെ സെൻറ് തോമസ് കോളേജിൽ ലിറ്ററേച്ചറായിരുന്നു പഠിച്ചത്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു ഞാൻ. അപ്പം ഇതൊക്കെ എഴുതുന്നു വായിക്കുകയൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ്. പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പം കാണുവാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരി എല്ലാവരും തന്നെ 60കളിലും 70കളിലും 80കളിലൊക്കെ ജനിച്ചവരായിരിക്കും. ഒരു നൂൽപ്പാലം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഇന്നത്തെ ഈ ലോകം, നമ്മൾ കടന്നു പോകുന്ന ലോകവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ എൻ്റെ മക്കളൊക്കെ ജനിച്ചിരിക്കുന്നത് 2000-ലൊക്കെയാണ്. അതിന് പല നമ്മളൊക്കെ ജനറേഷൻ X എന്ന് വിളിക്കുന്നു, അവർ ജനറേഷൻ Z എന്നും പല ജനറേഷനുകളായിട്ടൊക്കെ അവരെ തരംതിരിച്ചൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ലോകം പുതുതലമുറയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞൊരു കൺഫ്യൂസ്ഡ് തലമുറയാണ് നമ്മൾ. നമ്മുടെ ആ പഴയ മണ്ണെണ്ണ വിളക്കും അതുപോലെ ആ കോരിച്ചൊരിയുന്ന മഴ, ഇടിവെട്ടും മഴയൊക്കെ നമുക്കത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറയോട് പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവണമെന്നില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മാമ്മയുടെ വീട് മുല്ലശ്ശേരി ഭാഗത്തൊക്കെയായിരുന്നു. അന്നൊക്കെ അവിടെ ഈ ഓല മേഞ്ഞ വക്കോല് മേഞ്ഞ പുരകളൊക്കെ സർവ്വസാധാരണമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയുടെ വീട് കൊട്ടേക്കാടൊക്കെയാണ്. അവിടെയൊക്കെ ഒത്തിരി വീടുകൾ അന്നും ചാണകം വെള്ളിയ തറകളൊക്കെയുള്ള വീടുകളുണ്ടായിരുന്നു. ഇന്നൊക്കെ അതൊക്കെ മാറി പുതിയ തറയോടുകളും നല്ല സെറാമിക് ടൈൽസും ഒക്കെ വന്ന് അതൊക്കെ റീപ്ലേസ്ഡായി. പുതുതലമുറയോട് ഇതെല്ലാം പറഞ്ഞാൽ അവർക്കതൊന്നും ദഹിച്ചൂന്ന് വരില്ല. അപ്പം ശരിക്കും ധീരജിൻ്റെ ഏടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ മുഴുവനായിട്ടും ഫീൽ ചെയ്ത് ശരിക്കും ആ ഏടുകളുടെ ഉടനീളം ആ ഒരു ക്രിസ്മസ് പൂപ്പനിലൂടെയാണ് പറഞ്ഞതെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരുന്നേനെ അതൊരു പക്ഷേ ദേശത്തിൻ്റെ കുമ്മാട്ടിയായിരുന്നു. കാരണം ക്രിസ്മസ് അപ്പൂപ്പനേക്കാളും കൂടുതൽ ഓർമ്മകളിൽ നിൽക്കുന്ന പഴയ കുമ്മാട്ടിയൊക്കെയാണ്. ഓണക്കാലമൊക്കെ ആകുമ്പം ഈ കുമ്മാട്ടിയൊക്കെ നാട്ടിലേക്ക് വരലും ഒക്കെ ഒരു പരിചിതമായ കാര്യമാണ്. ഈ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അന്ന് വരാറുണ്ട്. അത് കുറച്ചും കൂടെ ഒരു പക്ഷേ ധീരജിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ ആയിരിക്കാം ക്രിസ്മസ് അപ്പൂപ്പൻ. ദേശത്തിലെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ആ പുതുമയെ കൂടെ പഴമയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ധീരജ് ആ ഒരു വേർഡിങ്ങിലൂടെ ശ്രമിച്ചത്. അതിലുടനീളമുള്ള കഥകളിലും ധീരജിൻ്റെ ആ ജീവിതാനുഭവങ്ങൾ മുഴുവൻ നക്ഷത്രങ്ങളെ പോലെ മിന്നി മറിയുന്നതായിട്ട് കാണാൻ പറ്റും. അവൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും ഓരോ സ്പന്ദനങ്ങളും നമുക്ക് ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം കാൽപ്പനികയുടെ അതിപ്രസരമില്ലാതെ ഭാവനയുടെ എന്താ പറയുന്നത് ആ വ്യക്തതക്കുറവ് അനുഭവപ്പെടാതെ വളരെ സുതാര്യമായ രീതിയിൽ ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന കൊച്ചു കൊച്ചു കഥകളിലൂടെ എന്നാൽ ഒത്തിരി വലിയ കാര്യങ്ങൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു കൊച്ചു പ്രണയത്തിൻ്റെ ഭിന്നാഭിന്നതകൾ അതിൽ കാണാൻ പറ്റും. അതുപോലെ തൻ്റേതല്ലാത്ത ശിക്ഷിക്കപ്പെടേണ്ടി വന്ന ഒരു മനസ്സിൻ്റെ നീച്ചൽ അതിൽ ഞാൻ കണ്ടു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, വലിയ വലിയ അനുഭവങ്ങൾ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ ആ പുസ്തകത്തിലൂടെ നമ്മളെ പരിചയപ്പെടാനായിട്ട് സാധിക്കും.
ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മികവ് കാണുന്നത് തൻ്റെ ഉള്ളിലുള്ള വേർഡ്സ്വർത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. കവിയെ പറ്റിയാണ് പറയുന്നത്. കവിതയെ പറ്റി പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഫീലിങ്സിലാണ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പം തൻ്റെ ഉള്ളിൽ വിങ്ങി മുട്ടുന്ന ആ വീർപ്പുമുട്ടലുകൾ വാക്കുകളിലൂടെ പ്രതിഫലിക്കാൻ കഴിയുന്നതാണ് ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ചാരുത എന്ന് പറയുന്നത്. അപ്പം അത് വളരെ നിർജ്ജളമായ ഒരു തടസ്സങ്ങളില്ലാതെ വളരെ നൈസർഗികമായിട്ട് ഒഴുകുന്ന ഒരു രീതിയിലാണ് ധീരജിൻ്റെ എഴുത്തുകൾ കണ്ടത്. ഒത്തിരിയേറെ ഭാവിയുണ്ട് അത് തുടർന്നും. കാരണം ഇത് കാണുന്നത് ഒത്തിരി വീർപ്പുമുട്ടലുകൾ ഉള്ളിലുണ്ട്. അത് ഇനി ഒരുപാട് പൊട്ടി ഒഴുകാനുണ്ട്. അല്പമൊക്കെയാണ് ഇപ്പോൾ ചെറിയ നീർച്ചാലുകളായിട്ടാണ് നമ്മൾ കണ്ടതെങ്കിലും ഒരുപക്ഷെ ഒരു ഡാം തുറന്നു വിട്ടാൽ പോവാവുന്ന അത്ര വലിയൊരു സംഭവം ഉള്ളിലുണ്ട്. അതെല്ലാം ഒന്ന് പുറത്തോട്ട് ഒഴുകട്ടെ. ഞാനിതാണ് ഇന്ന് വന്നിട്ട് ഞാൻ നീരജിനോട് ചോദിച്ചത് ഇത് നീരജിൻ്റെ ആദ്യ പുസ്തകം തന്നെയാണോ എന്നാണ്. കാരണം വായിക്കുമ്പം അതൊരു ആദ്യ പുസ്തകമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ തിരിച്ചു പറഞ്ഞല്ല, പക്ഷേ ഞാൻ ഈ പുസ്തകത്തിലൂടെ ഓടിച്ചു നോക്കിയപ്പം അതിൽ ഡയറി കുറിപ്പുകളൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ എഴുത്ത് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം, നമ്മളെ കാണിച്ചത് ഇപ്പോഴാണെന്ന് മാത്രമായിരുന്നിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി കുട്ടിക്കുറിക്കലുകൾ മുന്നേ കോളേജ് ദിനങ്ങളിൽ തുടങ്ങി പോയിരുന്നിരിക്കാം. അത് ഒരുപക്ഷെ വെളിച്ചം കണ്ടത് ഇപ്പോഴായിരിക്കും, അല്ലെ വെളിച്ചം കാണിച്ചത് ഇപ്പോഴായിരിക്കാം എന്ന് മാത്രം. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ലോകത്തെ പറ്റി നോക്കുമ്പം ചുരുങ്ങി ഒതുങ്ങി പോകുന്നൊരു ലോകമായിരുന്നു കാണുന്നത്. കാരണം സുന്ദരത്തന്നെ പറ്റിയിട്ടുണ്ട്. ഒരു കയ്യൊടിയോട് കൂടെ നമുക്ക് വളരെ ചുരുക്കിയ ഒരു ലോകം. അതായത് ഇന്നത്തെ ലോകത്തെ നമ്മൾ നോക്കുമ്പം ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മളിലേക്ക് തന്നെ നമ്മളെ ചുരുക്കുന്ന ഒരു ലോകത്തിലോട്ടാണ് കാണാൻ പറ്റുന്നത്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, ഒരു ഗ്രാമത്തിൽ ഒരു ഫോൺ ഒക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഫോൺ കോള് പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓടണമായിരുന്നു അടുത്ത വീടുകളിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. ഇന്ന് ട്രങ്കോള ബുക്ക് ചെയ്യുക. അപ്പം അടുത്ത വീട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്നു, സംസാരങ്ങളായി, അയലക്കത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ടെലിവിഷൻ എന്ന് പറയുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 84, 85 ഒക്കെ കാലഘട്ടങ്ങളിലാണ് ഈ ടെലിവിഷൻ കോമൺ ആയിട്ട് വരുന്നതും. അന്നൊന്നും കേബിളൊന്നുമില്ല. ഒരു ദൂരദർശൻ, അതിൽ ഒരു ചിത്രഹാരം, ഒരു ചിത്രഗീതവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലോകത്ത് നമുക്കന്ന് വീടുകളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ വന്ന് ഒരുപാട് ഒരുമിച്ചിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് ഒരേ വീട്ടിൽ ഒരുപക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ 2 മൊബൈലുണ്ട്. ഇതുപോലെ ഓരോ കുട്ടികളുടെ കയ്യിലും ഈ കൊച്ചു മൊബൈൽ വെച്ച് അവരെല്ലാം അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ആ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അതിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വയസ്സായതിൻ്റെ ഒരു ദുഃഖം അനുഭവിക്കില്ലായിരുന്നു. ആ കൂട്ടുകുടുംബത്തിൻ്റെ ആ ഓരോ ഉറപ്പുണ്ടായിരുന്നു. പഴയവർക്കാണെങ്കിൽ ഒത്തിരി പഴയവരുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി വയസ്സായവരുണ്ടാവും, അവർക്ക് സംസാരിക്കാനും അവരെ കരുതാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1-2 പേരായിട്ട് കുടുംബങ്ങൾ ചുരുങ്ങിയപ്പം വയസ്സായവരെ നോക്കൽ ഒരു ബർഡനായി, 70 കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളായി, കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ സംസാരിക്കാൻ ആളില്ലാതായി, മൊബൈലിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയായിട്ട് മാറി. ഇന്നിപ്പം പണ്ടൊക്കെ എത്രയേ ഏക്കർ സ്ഥലമുണ്ടെങ്കിലും ചുറ്റുമതിലുകളില്ലാതെ പറമ്പുകളിൽ കൂടെ നമുക്ക് സ്വതന്ത്രമായിട്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു പോകാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടം മാറി. 2 സെൻറ്റ് സ്ഥലത്തിന് ചുറ്റും കൊട്ടാരം പോലെ വലിയ കോട്ടമതിൽ പോലത്തെ മതിലുകൾ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രവണതയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനെതിരെയെല്ലാം ഉള്ള ഒരു കൊച്ചു ശബ്ദമായിട്ട് ധീരജിൻ്റെ ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ധീരജിനെ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളിവിടെ സ്വാഗതമൊക്കെ ഓൾറെഡി സുന്ദരേഷന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും സുന്ദരൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ കൃഷിമന്ത്രിയായിരുന്നു തൃശ്ശൂരിൻ്റെ. ഞാൻ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിന് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിക്കുകയും പല കൂട്ടായ്മകളിലും നമ്മൾ സുന്ദരൻ്റെ സാന്നിധ്യമെല്ലാം നമ്മൾ
അനുഭവിക്കുകയും തൃശ്ശൂരിന് വേണ്ടി ശബ്ദമുയർത്തുകയും ശബ്ദിക്കുകയും ഉദ്യോഗസ്ഥരെ പരസ്യമായിട്ട് ശാസിക്കുക വരെ ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു നമുക്ക് സുനിലേട്ടൻ. അപ്പോൾ സുനിലേട്ടൻ നമ്മുടെ ഇടയിൽ കിട്ടിയതിനായിട്ട് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടെ ഞാൻ സുനിലേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. അപ്പം ധീരജിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഇനിയും ഒത്തിരി പുസ്തകങ്ങൾ ധീരജിൻ്റെ പേനത്തുമ്പിൽ നിന്ന് ഭംഗിയാർന്ന വാക്കുകളിലൂടെ നമ്മുടെ മുൻപിൽ എത്തട്ടെ എന്ന എല്ലാവിധ ആശംസകളും ഞാൻ ധീരജിനെ ഇതുകൂടെ ചെയ്യുന്നു. പുസ്തക പ്രകാശനത്തിനായിട്ട് വി എസ് സുനിൽകുമാർ സാറിനെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് ശ്രീ സനൽകുമാർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സനൽകുമാർ, സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും വേദിയിലിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ നമസ്കാരം. കോർവയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്നതാണ് എൻ്റെ ഒരു സ്ഥാനത്ത്. ഇപ്പോൾ ധീരജ് കഴിഞ്ഞ 10 മാസമായി മാത്രമാണ് എൻ്റെ സൗഹൃദത്തിലുള്ളത്. അതും കോർവയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുകയും ഒന്നിച്ച് സഹകരിച്ച് നാളുകളെ പ്രവർത്തിച്ച് വരികയും ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഇതേപോലൊരു പരിപാടിയിൽ ആശംസ പറയാനായിട്ട് ധീരജ് എന്നെ ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ അതിൻ്റെ ഒരു യോഗ്യത എന്താണെന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത്. ജീവിതകാലം മുഴുവൻ സർവീസ് സംഘടനാ സമരങ്ങളിലും അത്തരത്തിലുള്ള ഒരു പകുതി രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ജീവിച്ചു പോകുമ്പോൾ എനിക്ക് ഈ സാഹിത്യവുമായിട്ട് ഇഷ്ടമാണ്. സാഹിത്യവും സംഗീതമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ചുമതല ഏൽപ്പിക്കപ്പെടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു അതിൻ്റെ നമ്മളെല്ലാം തന്നെ ഒരു തരത്തിലൊരു അഹങ്കാര സ്വരൂപികളാണ്. അപ്പോൾ അല്പം അഹങ്കാരം പറയാതിരിച്ച് തുടങ്ങാനും വയ്യ. ഞാൻ പാലക്കാട് യുദ്ധക്കാരനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഖസറാക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു വികാര ലോകമായിരിക്കും ഖസറാക്ക്. അതിൻ്റെ തൊട്ടടുത്തും 3-4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്ന് ബുദ്ധിബോധം കുറച്ച് വരുന്നൊരു കുട്ടിയാണ്. ഖസാക്കിൽ നമ്മൾ കേട്ടറിഞ്ഞ മുങ്ങാങ്കുഴിയിൽ വെട്ടിപ്പൂശാരിയും തുടങ്ങിയ കുറേ കഥാപാത്രങ്ങൾ, പരിചയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. അതിനേക്കാൾ കുറച്ച് വിപുലമായ കഥാപാത്രങ്ങൾ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ അന്നേയുണ്ട്. എം പൂശുകാരൻ, അതേപോലെ എന്താ പറയുക, അന്തിപ്പിച്ചയ്ക്ക് വരുന്ന ഒരു വേലായുധൻ. അയാളാണ് വൈകുന്നേരം 8 മണിയാകുമ്പോഴേ പിച്ചയ്ക്ക് വരും. അത്താഴമാണ് അയാൾക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു അപൂർവമായിട്ടുള്ള കേരളത്തിൻ്റെ മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത എത്ര കഥാപാത്രങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് ഖസാക്ക് ഓഡിയൻസിനുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധം പറയാം. പിന്നീട് വളർന്നു വലുതായി ഖസാക്ക് ഇതിഹാസം വായിച്ചു കഴിഞ്ഞു. പിന്നെ പറയാനുള്ളത്, ഒരു 5-6 വീട് അപ്പുറം മീനാക്ഷി വീടാണ്. മീനാക്ഷി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരിയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒരു പൗർണമി പോലെ നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു അമ്മയാണ് മീനാക്ഷി. എം സുകുമാരൻ എന്ന് പറയുന്ന കഥാകൃത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ എം സുകുമാരൻ ഞങ്ങളൊക്കെ സുകുമാരൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ സുകുമാരനൊക്കെ മനോരമയിൽ ചെറുതായിട്ട് കഥകൾ എഴുതാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ മിണ്ടുന്നൊരു സ്വഭാവം. വല്ലപ്പോഴും തിരുവനന്തപുരത്തുനിന്ന് ലീവിൽ വരുമ്പോൾ അദ്ദേഹം ആ വഴി ഇടവഴിയിൽ കൂടെ പോകുന്നത് ഞങ്ങളൊക്കെ കണക്കുട്ടികളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഒരു കഥ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ അതിനൊക്കെ കുറിച്ചിട്ടില്ല. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ബുദ്ധിയും ബോധവും ഉറയ്ക്കുന്നതിന് മുമ്പുള്ള സാഹിത്യപരമായിട്ടുള്ള ബന്ധം. അപ്പം ഇത് വെച്ച് ഈ ധീരജിൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാമെന്നാണ് പെട്ടെന്ന് ആലോചിച്ച് പോയത്. അതിനുള്ളൊരു യോഗ്യത എനിക്ക് എന്താണ് ഉള്ളത് എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. പിന്നെ എന്താണ് ഭാഗ്യം, എനിക്ക് പാലക്കാടൻ ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യം, ഒരു അനാഗരികമായിട്ടുള്ള ജീവിതമാണ് അവിടെ. പ്രാകൃതമാണ് ആ ജീവിതം. യാത്രയായി കഴിഞ്ഞ ഒല്ലിയന്മാരും അതേപോലെ തമിഴ് ശവഘോഷയാത്രകളും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലോകം എൻ്റെയൊക്കെ മനസ്സിലുള്ളത്. പിന്നെ തൃശ്ശൂർ വന്നിട്ടാണ് കുറച്ച് നാഗരികമായത്. ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴാണ് ധീരജിൻ്റെ ഈ ഒരു പുസ്തക പ്രകാശനത്തെക്കുറിച്ചുള്ള ഒരു ഇത് വരുന്നത്. ധീരജുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് നോക്കുമ്പോൾ ധീരജ് അതാത് സന്ദർഭങ്ങളിൽ വന്നുപെടുന്ന സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
വളരെ കറക്റ്റ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്ത് പൊതുജനങ്ങൾക്കും അയൽവക്കക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു നന്മ വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ ധീരജ് എന്ന് കാണുന്നത്. ഒരു ആക്ടിവിസ്റ്റാണ് ധീരജ്. ധീരജിൽ എന്തെങ്കിലും ഒരു സാഹിത്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആക്ടിവിസ്റ്റാണ് പുള്ളി. പലപ്പോഴും തിരക്ക് പിടിച്ച് ഓരോ പരിപാടികൾ ഇടുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് സീനിയർ, ഈ കോടതിയിൽ മിക്കവാറും വയസ്സായവരാണ് ഒരു സീനിയർ സിറ്റിസൺ. ധീരജിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്ന രീതിയിലുള്ളൊരു സമയത്തിലാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അതിൻ്റെ അകവും പുറവും ഞങ്ങൾ നോക്കാറില്ല. പിന്നീട് ഇരിക്കുന്ന ധീരജ് ഒരു പുസ്തകം എഴുതി പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ധീരജിൻ്റെ 1-2 പരിപാടികളൊക്കെ ധീരജ് ഒഴിവാക്കാനാവാതെ ചില എഴുതാറുടെ പേര് പറയുമായിരുന്നു. അവർ സാഹിത്യകാരന്മാരോ കലാകാരന്മാരായിരുന്നു. എനിക്ക് ഒന്ന് സന്തോഷ് എത്തിക്കാരൻ ധീരജ് അങ്ങനെ സൂചിപ്പിച്ചുള്ള ഒരു മനുഷ്യൻ. സന്തോഷ് എത്തിക്കാരൻ എന്ന് പറയും ഇന്ന് കത്തി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പം ഞാൻ അതിശയപ്പെട്ടത് എങ്ങനെയാണ് അതൊരു വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂലാണ് തൃശ്ശൂരിൻ്റെ. അപ്പം തന്നെ എനിക്ക് ധീരജ് എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ താല്പര്യം നിരന്തരം ധീരജ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ധീരജ് യാദൃശ്യമായിട്ട് ഈ ബുക്കിൻ്റെ കാര്യം വലിയൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ആശംസിക്കണം എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഒരു സമാധാനം ഒന്ന് ആശംസ ഇഷ്ടം പോലെ പറയാമല്ലോ. അപ്പം ഞാൻ കിട്ടി ഒന്ന് വായിച്ചതിനേക്കാൾ വേഗത്തിലെല്ലാം മറന്നുപോയി. കഥാപാത്രങ്ങൾ കഥയുടെ പേര് വരെ ഞാൻ മറന്നുപോയി എന്നുള്ളൊരു സ്ഥലം. അത് ഈ പിറ്റേ ദിവസമാണ് ധീരജ് കണ്ടത് അതൊരു അവതരിപ്പിക്കണം, പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അത്രയ്ക്ക് അതിനൊക്കെ ഒരു പ്രാഗൽഭ്യം എനിക്കില്ല, സത്യത്തിൽ ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ താത്വികമായി ഈ സാഹിത്യപരമായിട്ടുള്ള ഒരു അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു വലിയ ബോധമില്ല. അങ്ങനെ ഒരു മനുഷ്യന് എന്ത് പറയാം. എന്നിരുന്നാലും ചെറിയൊരു ബോധമില്ലാന്നില്ല. കാരണം ഈ അടുത്ത കാലത്താണ് സാനുവാസിൻ്റെ ഒരു സമ്പൂർണ്ണ കൃതികൾ ഞാൻ വായിച്ചത്. ഒരു അഭിനിവേശം പോലെ. അപ്പം അതിൽ സാനുവാസ് പറയുന്നത് ഈ 60 നമ്മുടെ ജീവിതം മുഴുവൻ ഞാനിപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു ജീവിത കഥ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അനുഭവങ്ങൾ, ദൈനംദിന അനുഭവങ്ങൾ, ഇന്ന് അത് കഴിഞ്ഞ നിമിഷം വരെ തുടരുന്നതാണ്. അങ്ങനെ തുടർന്ന് വരുന്ന ഒരു നിരന്തരമായിട്ടുള്ളൊരു കഥയാണ് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് അതൊരു കാവ്യമായിട്ട് മാറുകയാണ്. അതൊരു ഭാഷയായിട്ട് മാറുകയാണ്. ഇതാണ് സാഹിത്യം എന്ന് സാനുവാസ് പല ലോക കാര്യങ്ങളെയൊക്കെ ഏകോപിച്ചുകൊണ്ട് അതിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം എനിക്കത് വളരെ സത്യമായിട്ട് തോന്നി. അപ്പം ഇതിനൊരു നിയമം പറയാൻ നോക്കിയില്ല. ഇങ്ങനെ വേണം കഥ, ഇങ്ങനെ ആയിരിക്കണം കഥ, ഭാഷ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സന്ദർഭമായിരിക്കണം, ഇന്ന വിഷയമായിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ എന്നുള്ളത് ഏറെക്കുറെ എനിക്ക് തോന്നി. അത് ഓരോരുത്തരുടെയും ആ ഒരു സർഗാത്മകത എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഈയിടെ ഈ വെക്കേഷൻസ് നമ്മളിപ്പോൾ സീനിയർ സിറ്റിസനാണെന്ന് പറഞ്ഞല്ലോ. ഒരു കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് വായന മുഴുവൻ വേദാന്തമായിരുന്നു. കാരണം ഈ BJP ഇത്ര നമ്മുടെ ഹിന്ദുത്വം അതുമൊക്കെ വരുന്നുണ്ട്. എന്താണ് ഹിന്ദുത്വം എന്ന് അറിയണമല്ലോ ഞാൻ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ വായനയുടെ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞൊരു ദൈവത്തിൻ്റെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ രൂപമില്ല, ഭാഷയില്ല, മൗലിയാണ്. ഒരു മനസ്സിൻ്റെ താഴെ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹമാണ് ഈ ഭാഷ രൂപപ്പെടുത്തുന്നത്. ഇങ്ങനെ മനസ്സിൽ കടന്ന് രൂപപ്പെട്ട ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ശബ്ദമുണ്ടാവുകയും വാക്കുകളുണ്ടാവുകയും കാവ്യങ്ങളുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ സങ്കല്പം. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഇത്രയും വെച്ചുകൊണ്ട് ധീരജിലേക്ക് നോക്കുമ്പോൾ ഞാൻ കഥ വായിച്ചു, രണ്ടാമത് വായിച്ചു, പേജ് നമ്പർ ഒഴിച്ച് അപ്പോൾ നോക്കുമ്പോൾ ധീരജ് അടുത്തിരുന്ന കാര്യങ്ങൾ പറയുന്ന പോലെയാണ്. ധീരജ് അടുത്തിരുന്ന് ഞങ്ങളോട് പലപ്പോഴും വർത്തമാനം പറഞ്ഞത് അതേ രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓരോ സംഭവങ്ങളാണ് പറയുന്നത്, കഥകളല്ല, ജീവിതാനുഭവങ്ങൾ. 1.25 പേജ്, 1.5 പേജ്, 2 പേജ്, 3 പേജ് കഥ. പിന്നെ അവസാനത്തെ ഒരു കഥ മാത്രമേ 8-9 പേജുകൾ 9 കഥയുണ്ട്. അപ്പം ഇതിലെല്ലാം കഥ വായിച്ചു പോകുന്നു. ധീരജിൻ്റെ ഒരു മോണോലോഗാണ്, ഒരു ആത്മകഥയാണോ ധീരജ് പറയുന്നത് എന്നെനിക്ക് സംശയം തോന്നി. ആ രീതിയിലൊരു കഥ പറയുന്നു. അവസാനം നമ്മൾ കഥയ്ക്ക് ഒരു അന്തോ ഒരു ബോഡിയോ ഒരു വർണ്ണനയില്ല, ഒരു ചമൽക്കാരും ഇല്ല, ഒരു ഭാഷയുടേതായിട്ടുള്ള യാതൊരു സത്യത്വം അതിനകത്തിൽ വെറും വർത്തമാനം. അതിനെനിക്ക് ധീരജ് ഇങ്ങനെ എഴുതിയത് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ഞാനൊരു പുസ്തകം കൂടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു എഴുത്തുകാരനാണെന്നുള്ള പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ടാക്ടീസാണല്ലോ. അതല്ല അമ്മ അതാണോ എന്ന് ഞാൻ സംശയമായിക്കോട്ടെ. അത് ചില അത് കഴിഞ്ഞ് വായിച്ച് രണ്ടാമത്തെ മനസ്സിരിച്ച് ഒന്ന് വായിക്കും. ഇതൊക്കെ വായിച്ച് കഴിയുമ്പോഴെല്ലാം എവിടെയോ ഒന്ന് സ്പർശിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു സൂക്ഷ്മത നമ്മളെ സ്പർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് യാദൃശ്യമായിട്ട് ഞാൻ വായിച്ചൊരു എഴുത്തുകാരനുണ്ട്, വിക്ടർ ലീനാണ്. തന്നെയും തൻ്റെ കൂടെ ഒരു രാത്രി ചെലവഴിച്ച ഒരു സ്ത്രീയെയും പോലീസ് പിടിക്കുന്നു. പിറ്റേ ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പോലീസ് ആരൊക്കെ ഇടപെട്ട് വിക്ടർ ലീനസിനെ ജയിലിൽ നിന്ന് മുക്തരാക്കണം. അപ്പോൾ കസ്റ്റഡിയിലും വിക്ടർ ലീനസ് ജയിലേക്കൂടെ വിട്ടെങ്കിലേ ഞാൻ പോകുന്നതാണ്.
ഇതാണ് മിസ്റ്റർ വീനസിൻ്റെ കഥയുടെ ക്ലൈമാക്സ്. അതേപോലെ മിസ്റ്റർ വീനസ് കഥാപാത്രം, മിസ്റ്റർ വീനസ് ഞാൻ പറയുന്നത് നായകനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടെലഗ്രാം കിട്ടുന്നു വീട്ടിൽ നിന്നാണ്, അത് പൊട്ടിക്കുന്നില്ല. അപ്പോൾ വൈകുന്നേരമായി കുറേ കഴിഞ്ഞ് ചോദിക്കുന്നത് അച്ഛൻ അച്ഛനോ അമ്മ മരിച്ചതായിരിക്കും. ഇതാണ് നോക്കുന്നത്. ഇത് എന്തുമാത്രം ഷോക്കിംഗ് ആണ് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് എന്ന് ഞാൻ പെട്ടെന്ന് അനുഭവിക്കാൻ സാമ്യം തോന്നി. അത് ധീരജിൻ്റെ കഥകളുമായിട്ട് പൂർണ്ണമായിട്ട് യോജിച്ചോണമെന്നോ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ട് അങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് എനിക്കറിയില്ലാണ് അത് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കഥകളും വായിക്കുമ്പോഴും ധീരജിൻ്റെ ഓരോ കൊച്ചു കൊച്ചു കഥകളെടുത്ത് വായിക്കുമ്പോഴും ഈ ഒരു അംശം ഒരു പക്ഷേ എനിക്ക് പോലും അത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാം. കുറച്ചും കൂടെ കഴിഞ്ഞാലേ അത് ബോധ്യപ്പെട്ടുള്ളതായിരിക്കാം. ഈ ഒരു അംശം ധീരജിൻ്റെ എഴുത്തുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് എന്ന് മാത്രമല്ല, ധീരജിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ധീരജ് അച്ഛനാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ എന്താ ചെയ്തിരിക്കുന്നത്? ലോകത്തെ മുഴുവൻ കണ്ട് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം ധീരജിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു മഹത്തായ കാര്യമല്ലേ? ധീരജിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ധീരജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്യൂഡൽ സിസ്റ്റം തൊട്ടിങ്ങോട്ട് അത് പറയുന്നത് പല കഥകളും ഫ്യൂഡൽ കഥകളാണ് പറഞ്ഞിട്ടുള്ള. അതിലൂടെ അവിടെ നിന്ന് തുറന്ന കഥകളാണ്. അതിൽ കമ്മ്യൂണിസത്തിൻ്റെ വരെ, സോഷ്യലിസത്തിൻ്റെ വരെ, സഹോദര്യത്തിൻ്റെ വരെ, സ്നേഹത്തിൻ്റെ, ഇതിൻ്റെ എല്ലാം ഒരു സൂചന, ദർശനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഏകദേശം എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല. സഖാവ് സുനിൽകുമാറൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്നുമല്ലാത്ത ഞാൻ ഇത്രയും എൻ്റെ സുഹൃത്ത് ധീരജിനെ കുറിച്ച്, സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അധികപ്പെട്ടായി ക്ഷമിക്കണം. ഇത്രയും സംസ്കാരം എന്നെക്കൊണ്ട് പറയാനൊക്കെ എല്ലാവർക്കും നമസ്കാരം. പുസ്തക പ്രകാശനത്തിനായിട്ട് ശ്രീ അഡ്വക്കേറ്റ് സുനിൽകുമാർ അവർ ക്ഷണിച്ചോളും. സ്വീകരിക്കുന്നതിനായിട്ട് ഡോക്ടർ ജൽസ മേനോൻ. എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം, നമുക്കൊന്ന് കൈയടിക്കാം. ബഹുമാനപ്പെട്ട മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സുനിൽകുമാർ നമ്മളോട് എന്തുവാ സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വിജയൻ ചിരയത്ത്, സ്വാഗതം പറഞ്ഞ ചിറ്റുകുമാർ, പുസ്തകം വെച്ച് വാങ്ങിയ ഡോക്ടർ ജിൽസ മേനോൻ, അതുപോലെ വേദിയിലുള്ള ശ്രീ ജയൻ തോമസ്, പുസ്തകം പരിചയപ്പെടുത്തിയ ശ്രീ സനൽകുമാർ, ഇന്ന് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയ സുഹൃത്തും പുസ്തകവുമായ ധീരജ്, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സർവജിത്തോടെ തന്നെ. ധീരജിനെ പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ചെറിയ ഒരു പുസ്തകം, കൊച്ചു കൊച്ചു കഥകൾ, തൻ്റെ ചുറ്റും നടക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതാണെങ്കിൽ പോലും തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ പല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം കഥകൾ മെനഞ്ഞെടുത്ത് ഒരു പുസ്തക രൂപേണ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം പോലെ ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന പേരിൽ ഇന്ന് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ധീരജനോട് പറയുന്നു എന്നുള്ളത് ഈ പുസ്തക പ്രകാശന് വരണം എന്ന് പറഞ്ഞു. മറ്റു ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് അസൗകര്യമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. ചിലപ്പം എനിക്ക് വൈകേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ ആത്മസുഹൃത്തും പുസ്തകവുമായ ധീരജിൻ്റെ ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്യപ്പെട്ടതായി ഞാനിവിടെ അറിയിക്കുകയാണ്. ധീരജിന് ഇനിയും ധാരാളം പുസ്തകങ്ങളും രചനകളും സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യണം. എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് എല്ലാവർക്കും എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. പല ആളുകളും പല രീതിയിലാണ് സമൂഹത്തോട് പ്രതികരിക്കാറുള്ളത്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എഴുത്തുകാരും പൊതുപ്രവർത്തകരും നല്ല പ്രാസംഗികരും ഒക്കെ ആയിരുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ അങ്ങനെയാവില്ല. ചില ആളുകൾ അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ രൂപത്തിലും മറ്റും കഥകളായിട്ടും ഒക്കെ നാടകങ്ങളായിട്ടും ഒക്കെ നോവലുകളൊക്കെ എഴുതുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. എല്ലാവരും മഹാന്മാരായ എഴുത്തുകാരായിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ ധീരജിനെ സംബന്ധിച്ചിടത്തോളം ധീരജിൻ്റെ ഈ പുസ്തകം ഇപ്പോൾ നമുക്ക് ഒറ്റയിരിപ്പിൽ വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഞാൻ ശ്രദ്ധിച്ചത് മമ്മൂട്ടി സുന്ദരനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഞാൻ മമ്മൂട്ടി സുന്ദരൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ കേരള കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുന്ദരൻ അന്ന് ചക്കാമുക്കിൽ ചന്ദ്രപ്പൻ ഉണ്ടായിരുന്നു. കേരള കോളേജിൽ പഠിക്കുന്ന ചന്ദ്രപ്പൻ, അദ്ദേഹം മരിച്ചുപോയി. ചന്ദ്രപ്പനൊപ്പം സുബ്രനെന്നും കേരള കോളേജിൽ വരാറില്ലായിരുന്നു. പിന്നെ ഞാൻ MLA ആയി മാറിയപ്പോഴും എല്ലാപ്പോഴും മന്ത്രി ആയിരുന്ന സമയത്തൊക്കെ സുബ്രൻ എൻ്റെ അടുത്ത് വരികയും ഞങ്ങളെന്നും വളരെ അടുത്ത് സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബ്രൻ്റെ മരണത്തെപ്പറ്റിയും സുബ്രനെ പറ്റി അമ്മയെ പറ്റിയൊക്കെ ചേർത്തുകൊണ്ടൊരു കഥ എഴുതിയപ്പോൾ എനിക്ക് വളരെയധികം ഒരു മനസ്സിൽ സ്പർശിക്കുകയുണ്ടായി. കാരണം എനിക്കൂടി അറിയുന്ന ആ ഒരു വ്യക്തിയെ, ധീരജിൻ്റെ ചുറ്റുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ സംബന്ധിച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം തെരുവിൽ കിടന്ന് മരിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു സുബ്രനെ പറ്റി വിശദീകരിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം വളരെ പൊക്കം കുറഞ്ഞിട്ടാണെങ്കിലും വലിയ പൊക്കളാളായിരുന്നു അവിടെ. ആരെയും കൂട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും പച്ചയായി രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്ന ഒരു സാധാരണക്കാരായ തൊഴിലാളിയായിരുന്നു സുബ്രൻ. പക്ഷെ മമ്മൂട്ടിയായിട്ട് ഭയങ്കര അടുത്തായിരുന്നു. എനിക്കറിയാം, മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുബ്രനായിട്ടുള്ള ബന്ധപ്പെട്ട്. മമ്മൂട്ടി സുബ്രനാണ് അത് അറിയപ്പെട്ടിരുന്നത്. മമ്മൂട്ടിയുടെ പടം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അയാളെ പറ്റി ഈ കഥയിലുണ്ട് എന്നുള്ളതും അത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു മമ്മൂട്ടി സുബ്രനെ കുറിച്ച് ഇതിനകത്തൊരു കഥ ഇരുന്നിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. ഞാനത് ധീരജിനോടൊരു ട്രിബ്യൂട്ടാണ് അത് സുബ്രനോടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ അതിനോട് നന്ദി കൂടി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിന്നെ സുഹൃത്ത് അപ്പൂപ്പനെ പറ്റിയൊക്കെയാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതോട് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ എല്ലാ മതക്കാരും ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല മതത്തിൽപ്പെട്ടവർ പൂക്കളിടുന്ന ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളും മറ്റുള്ള മതക്കാരും പൂക്കളിടാറുണ്ട്. അതുപോലെ ക്രിസ്മസ് കാലത്ത് നമ്മളെല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൂടെ അരങ്ങുപാട്ടിൽ കൂടി ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിലെ പണ്ട് അറവനമുട്ട് വരാറുണ്ട്. തൊട്ടപ്പുറത്ത് മുസ്ലിം വീടുകളിൽ വരുന്ന അറവനമുട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുരുമുളകും ഈ അരിയും പ്രസാദമായിട്ട് വന്നിരുന്ന ഒരു കാലത്തെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് മതങ്ങൾ തമ്മിൽ പരസ്പരം OV വിജയൻ്റെ നോവൽ പറയുന്ന പോലെ പൊന്നും ചന്ദനവും കലർന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് കിടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. മതങ്ങൾ തമ്മിലൊന്നും പരസ്പരം സ്പർശയൊന്നും ഇല്ലാത്തൊരു കാലം. അപ്പം അതുകൊണ്ട് നമുക്ക് ഓണാഘോഷം എല്ലാവരും ആഘോഷമായിരുന്നു. ക്രിസ്മസ് ആഘോഷം വരുമ്പോൾ നമ്മളെല്ലാവരും പിന്നെ നക്ഷത്രം തൂക്കുകയും പുൽക്കൂടുണ്ടാക്കി. ഞങ്ങളുടെ കള്ളിക്കാട്ട് പള്ളിയിലെ പുൽക്കൂട് ഒരു കാലത്ത് ഞങ്ങൾ മാത്രമാണ്, ഞങ്ങളെ കൂടിയിട്ടാണ് പുൽക്കൂടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ള പള്ളിയിലെ ക്രിസ്ത്യാനികൾ മാത്രമേ അങ്ങോട്ട് അടുപ്പിക്കുള്ളൂ. വേറെ ആരും പുൽക്കൂടുണ്ടാക്കാൻ ആൾക്ക് ഇഷ്ടമല്ല. വേറെ മതക്കാരും വരുന്ന ആൾക്ക് അച്ഛന്മാർക്ക് ഇഷ്ടമല്ല ഇതിലാണ്. അപ്പോൾ എല്ലാ മതങ്ങളും അവരുടെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മാവേലി ഇപ്പോൾ പോയി മഹാബലിയെ മാറ്റിയപ്പോൾ പിന്നെ വാമനനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വാമനനെ ആദരിക്കുന്ന അതിലേക്ക് പിന്നിലൊക്കെ വലിയ രാഷ്ട്രീയം താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഗ്രാമീണമായിട്ടുള്ള പല ആഘോഷം, ഇപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ മതവും മതവിശ്വാസമായിട്ടൊന്നും നമ്മൾ കാണുന്നത്. നമ്മുടെ ലോകത്തെ മുഴുവൻ ആഘോഷത്തിൽ നമ്മളും താല്പര്യീകരിച്ച് ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ അതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്മസ് അപ്പൂപ്പനെ പറ്റി ആ പേര് തന്നെ ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അപ്പൂപ്പനാണ് അപ്പൂപ്പൻ. അത് വലിയ കൺസെപ്റ്റ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് ധീരജിനെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ ധീരജിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന മതേതരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ ആഘോഷങ്ങളെയും നമ്മുടെ ആഘോഷമായി കാണാൻ കഴിയുന്ന ഒരു കാലത്തെ പറ്റിയിട്ടുള്ളൊരു നൊസ്റ്റാൾജിയ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പേരിടുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തെ പറ്റി നമ്മളത് ഗൗരവത്തോട് കാണേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ആഘോഷങ്ങളിലൊക്കെ എന്തിനാണ് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ
ഞാൻ സാധാരണ ക്രിസ്മസിന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ചെറുപ്പം തന്നെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വടക്കേ ജില്ല വന്നൊരു കക്ഷി ചോദിച്ചു, ഇവിടെ നിങ്ങൾ ഹിന്ദുക്കളും ഈ നക്ഷത്രമൊക്കെ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഇതിന് ഗൗരവം മനസ്സിലായത്. കാരണം ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ നക്ഷത്രം നോക്കുന്നത് വലിയ തെറ്റാണെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിനക്ക് നടന്നു പോകുമ്പോൾ നക്ഷത്രം തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിയുടെ വീടായിരിക്കണം എന്നാണ് അത് ധാരണ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ എല്ലാ ക്രിസ്ത്യാനിയുടെ വീടായിരിക്കും ക്രിസ്മസ് കാലത്ത്. അത് കുറഞ്ഞ് വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് അങ്ങനെ ഒരു ആഘോഷത്തിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ രോഗം നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ക്രിസ്മസ് കാലം നോക്കിയാൽ മതി. ഒരു 10 കൊല്ലം മുമ്പുണ്ടായത് ക്രിസ്മസ് കാലത്തിന് വ്യത്യസ്തമായിട്ട് വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ, അല്ലാതെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രോഗം എവിടേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓണാഘോഷ പരിപാടി. ഓണം ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഓണം. അതിനിപ്പോൾ മതപരമായ ആചാരമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് മതത്തിൽ ആഘോഷിക്കുമ്പോൾ പേടിക്കും. ഇപ്പം ഞങ്ങൾ ആഘോഷിക്കുന്ന പുതുവരാകും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം മനുഷ്യരൊക്കെ തമ്മിൽ വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റുകളെ പോലെ പരസ്പര ബന്ധമില്ലാത്തവരാക്കി മാറ്റി ഈ സമൂഹത്തിലൊരു വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായിരിക്കാം. എനിക്കറിയില്ല ഈ ഒരു ദേശത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്നുള്ളത് പേര് ഇടാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ പ്രചോദനമായിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എഴുത്തുകാരാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഓർമ്മപ്പെടുത്താറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ജാഗ്രതപ്പെടുത്തുമ്പോൾ തന്നെ എഴുത്തുകാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ്. അതുകൊണ്ടാണ് സാഹിത്യത്തിനും കലയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുണ്ടെന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്നത്. ഏതായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ധീരജിൻ്റെ ഈ ഒരു പുസ്തകം നല്ല ചെറിയ പുസ്തകമാണെങ്കിലും കുഞ്ഞുണ്ണിമാരുടെ കവിതകളൊന്നും വലിയ കവിതകളായിരുന്നില്ല. പക്ഷേ ആ വാക്കുകളിലും ആ ഒതുങ്ങിയ വരികളിലും ആ വലിയ ലോകത്തെ തന്നെ അദ്ദേഹം വരച്ചു കാട്ടിയിരുന്നു എന്നതുപോലെ ധീരജിൻ്റെ ഈ കൊച്ചു പുസ്തകത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഇടവരും എന്ന പ്രതീക്ഷയോടുകൂടി ഇനിയും ധീരജിന് കുറേയേറെ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നിർമ്മിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ. നമുക്ക് 2 വാക്ക് ഡോക്ടർ ജെൽസ മേനോൻ ചോദിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷനായ ജെയ്സൺ ചിറേറ്റ് സാർ, പുസ്തകപ്രകാശനം നിർവഹിച്ച എസ് സുനിൽകുമാർ, ആശംസകൾ അറിയിക്കാനെത്തിയിരിക്കുന്ന ജെയിൻ തോമസ്, പുസ്തകം പരിചയപ്പെടുത്തിയ സനൽകുമാർ, ധീരജ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ധീരജിനെ എനിക്ക് പരിചയം. ഞാൻ ധീരജിൻ്റെ കോളനിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ വളരെ ചുറുചുറുക്കോടുകൂടി പറയുന്ന എന്ത് കാര്യവും നാട്ടുകാർക്ക് വേണ്ടി രാത്രി പകൽ ഭേദം ഇല്ലാതെ ചെയ്തിരുന്ന ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. കാരണം ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില മാനദണ്ഡങ്ങളൊന്നും ധീരജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എഴുത്ത് എന്ന് പറയുന്നത് ഒരേ സമയം സാമൂഹികവും അതേസമയം വ്യക്തിപരവുമാണ്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കുറേ വിഷയങ്ങൾ നമ്മളത് എഴുതി പ്രകാശിപ്പിക്കുന്നു. സ്വാഭാവികമായും അത് സമൂഹത്തിന് ആവശ്യമുള്ളതുമായിരിക്കും. സമൂഹത്തിന് ആവശ്യമുള്ളതാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. ആ തരത്തിൽ പറയുമ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് അനുഭവങ്ങൾക്കാണോ അതോ പിന്നെ ദേശചരിത്രമാണോ, കഥകളാണോ, സഞ്ചാര സാഹിത്യമാണോ, ജീവചരിത്രമാണോ, ആത്മകഥയാണോ, ഏത് വിഭാഗത്തിൽ ഇതിനെ കൃത്യമായി ഉൾപ്പെടുത്തണമെന്നുള്ളത് നമുക്ക് വായിച്ചു പോകുമ്പോൾ വളരെയധികം സംശയം തോന്നുന്ന ഒരു കാര്യമാണ്.
ഇതിനൊരു ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുണ്ട്. അതിൽ ധീരജ് കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. അതാണ് എന്നെ സ്പർശിച്ചൊരു കാര്യം. അതിൽ പറയുന്നത്, നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്താൻ എന്ന പുസ്തകത്തിൻ്റെ കോപ്പി ഗ്രന്ഥശാല മുഴുവൻ പരിശോധിച്ചിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പകരം മനുസ്മൃതിയുടെ കൂടുതൽ കോപ്പി കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ കൃത്യമായ ദേശീയതയെയും ദാരിദ്ര്യത്തെയും രാഷ്ട്രീയത്തെയും ഒന്നും നമുക്ക് കാണാൻ സാധിക്കാതെ നമ്മൾ മനുസ്മൃതിയിൽ പറയുന്ന പാരമ്പര്യ ഹിന്ദുത്വവാദത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ധീരജ് ഇവിടെ അടയാളപ്പെടുത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എഴുതാൻ കഴിയുന്ന ഒരാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്, അത് പറയാനുള്ള വാക്കുകളുണ്ട്, അത് ഇന്നും പലതരത്തിലുള്ള രൂപത്തിലായാലും, പ്രദേശത്തിൻ്റെ ചരിത്രം എന്നുള്ള രൂപത്തിലായാലും, കഥയുടെ രൂപത്തിലായാലും, മറ്റേത് രൂപത്തിലായാലും സാഹിത്യ രൂപത്തിൽ കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു പുസ്തക സ്വീകരണത്തിന് എന്നെ വിളിച്ചതിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി. വളരെ നന്ദി ഡോക്ടർ ജയശങ്കരൻ. ആശംസകൾക്കായിട്ട് ശ്രീ ജയൻ തോമസിനെ ക്ഷണിച്ചു. വേദിയിലെ ബഹുമാനായ സുനിൽകുമാർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രവർത്തിപ്പിക്കുന്ന പ്രിയങ്കരെ, എന്നെ സംബന്ധിച്ചോളം ധീരജുമായി ഒരു സുഹൃത്ബന്ധം ഉടലെടുത്തിട്ട് ഏതാണ്ട് 7 വർഷമായി. സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ധീരജിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ, എന്നാൽ കുറച്ച് അഗ്രസീവായ ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഒരു നേർചിത്രമാണ് എനിക്കദ്ദേഹത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും ആ സൗഹൃദത്തിന് ഇടയ്ക്ക് സമാന ചിന്താഗതികളുള്ള ആളുകളുടെ പല ആശയങ്ങളും അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 7 വർഷക്കാലം കൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള സുഹൃത്ബന്ധം വളരെ സുദൃഢമായി തുടരുകയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു ബുക്ക് എഴുതി എന്ന് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അസുഖമുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഞെട്ടി, ധീരജൊരു ബുക്ക് എഴുതി. അപ്പോൾ ഞാനത് അദ്ദേഹം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തമാശയായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, താൻ ഒരു ആശംസ നേരണം, പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകത്തെ പരിചയപ്പെടുത്താനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് ആ ഉദ്യമത്തിൽ ഞാൻ പിന്മാകലാണ്, ഞാനൊരു ആശംസ പറയാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണെന്ന്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പ്രകാശനം ചെയ്യപ്പെട്ടു. ഞാൻ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു പക്ഷേ ഒരു തികഞ്ഞ സാഹിത്യകാരൻ്റെ മെയ്വഴക്കമൊന്നും ഇല്ലായെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം ഇതിൽ പല ഭാഗത്തും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഈ കഥകളിലൂടെ ഗ്രന്ഥകർത്താവായ ധീരജ് മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ ഒരുതരം നൊസ്റ്റാൾജിയും നഷ്ടബോധവും അതോടൊപ്പം സാമൂഹിക വിമർശനവും കാണാൻ കഴിയും. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ നന്മകളെയും അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ ആഴത്തെയും അദ്ദേഹം ഏറെ വിലമതിക്കുന്നു എന്ന് നമുക്ക് ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേസമയം പുതിയ കാലഘട്ടത്തിലെ സ്വാർത്ഥത, ചൂഷണം, മൂല്യദോഷണം എന്നിവ അദ്ദേഹം കഥകളിലൂടെ ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന കഥാപാത്രത്തെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് നഷ്ടപ്പെട്ട മനുഷ്യത്വത്തെ തേടുന്ന ഒരു മനസ്സിൻ്റെ പ്രതിഫലനമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. അദ്ദേഹം ഈ കഥകളിലൂടെ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭൂതകാലത്തിൽ നടന്ന ഘോരമായ യുദ്ധവും അതിൻ്റെ ശേഷിപ്പുകളും ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ വഞ്ചനയും നിസ്സഹായതയും എല്ലാം അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ.
പുസ്തകങ്ങൾക്ക് ജീവനുണ്ടെന്ന് സങ്കല്പിച്ച് ലൈബ്രറിയിൽ നിന്ന് ജ്ഞാനം നഷ്ടപ്പെട്ട് പകരം മതഗ്രന്ഥങ്ങൾ മാത്രം സ്ഥാനം പിടിക്കുന്ന അവസ്ഥയും അദ്ദേഹം അതിനിശ്ചിതമായി ഇതിൽ വിമർശിക്കുന്നു. ഓരോ കഥയും ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും അതിലെ തിരിച്ചടികളും അതിലൂടെയുള്ള അതിജീവനവും അദ്ദേഹം മനോഹരമായി ഈ കഥകളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കഥകളുടെ ഒരു മൂല്യത്തെ സംബന്ധിച്ചോളം ഈ കഥകളുടെ ഏറ്റവും വലിയ മൂല്യം അവയുടെ സാമൂഹിക പ്രസക്തിയാണ് എന്നുള്ളതാണ്. ഓരോ കഥയും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അവ കേവലം ഭാവനാ സൃഷ്ടികളല്ല, മറിച്ച് സമൂഹത്തിൻ്റെ നേർചിത്രങ്ങളാണ്. കഥാപാത്രങ്ങളുടെ ദുരിതങ്ങളും സന്തോഷങ്ങളും നമ്മുടേതായി മാറുന്ന അനുഭവമാണ് വായനക്കാരന് ഈ ബുക്കിലൂടെ ലഭിക്കുന്നത്. ലാളിത്യം, ആഴത്തിലുള്ള ചിന്ത, ശക്തമായ സാമൂഹിക വിമർശനം എന്നിവ ഈ കഥകളെ വളരെ മൂല്യവത്താക്കുന്നു. ഈ കഥകൾക്ക് പൊതുസമൂഹത്തിൽ മികച്ച സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെ അടുത്തറിയുന്ന കഥകളായതുകൊണ്ട് വായനക്കാർക്ക് അവയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഥകളിൽ പലപ്പോഴും വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന കഥാപാത്രം വായനക്കാർക്ക് ആകർഷകമായി തോന്നാം. എന്നിരുന്നാലും ചില കഥകളുടെ ദയനീയമായ അന്ത്യങ്ങളും കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളും എല്ലാത്തരം വായനക്കാർക്കും ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാക്കിയേക്കാം. എങ്കിലും ഗഹനമായ വിഷയങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകത്തെ കൂടുതൽ വായനാ സൗഹൃദമാക്കും എന്നതിൽ സംശയമില്ല. ഞാൻ ഈ ഘട്ടത്തിൽ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും എൻ്റെ ആത്മസുഹൃത്ത് ധീരജ് ഇങ്ങനെയൊരു പുസ്തകം എഴുതിയതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഞാൻ സന്തോഷിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വളരെ നന്ദി ജയൻ തോമസ്. മറുപടി പുസ്തകത്തിനായിട്ട് ശ്രീ ധീരജിനെ ക്ഷണിച്ചു. ബഹുമാന്യായ നമ്മുടെ എല്ലാവരും അദ്ദേഹത്തെ കുമാർ മന്ത്രി പിന്നെ ഡോൺ ബസ്കോ പാസ്റ്റ് വൈസ് പ്രസിഡന്റ് ജേസൺ ചെറിയ, പിന്നെ ജൽസേജി, ജയൻ തോമസ്, സാൻഡാജൻ, പിന്നെ ഇവിടെയിരിക്കുന്ന എല്ലാവരും പേരിക്കറിയാം. എൻ്റെ ഒരു കുടുംബമാണ് എല്ലാവരും. എൻ്റെ ചെറിയൊരു പുസ്തകം എന്തോ ചെറുപ്പകാലം തൊട്ട് വായിക്കുന്ന കാലത്തുള്ളൊരു മോഹം, ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു പുസ്തകം എഴുതി അതൊന്ന് നോക്കി പ്രസിദ്ധീകരിച്ചു. പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഥകൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നതാണ്. എല്ലാവരും പോലെ തന്നെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നാണ് ഈ കഥകൾ ഒരുവിധം ഞങ്ങളുടെ നാടിൻ്റെ എല്ലാ കഥകളും ചെറുപ്പകാലത്ത്. അത് എനിക്ക് 12 മക്കളുണ്ടായിരുന്നു മുത്തശ്ശി. അതിൽ മൂത്തതാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛൻ്റെ ആദ്യത്തെ മകൻ എന്ന രീതിയിൽ അതാൾക്ക് എനിക്ക് അതുകൊണ്ട് പല അസുഖങ്ങളൊക്കെ വരാറുണ്ട്. മുത്തശ്ശിനെ കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ നാട്ടിലെ പല കഥകളും കേട്ട് വളർന്നിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് ജോലി സംബന്ധമായതിൻ്റെ കൂടെ ഞങ്ങൾ പൊന്നാനി എന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭാരതപ്പുഴയും അറബിക്കടലും ചേരാൻ തൊട്ടുപുറത്തായിരുന്നു കോട്ടയം. പക്ഷേ ജോലി കഴിഞ്ഞാൽ വളരെ ലേറ്റായിട്ട് വേറെ സമയങ്ങളിൽ മിക്കപ്പോഴും കറണ്ട് പോകും. അപ്പോൾ അമ്മ അപ്പുറത്ത് പോയി കിടന്ന് ഞാൻ ഇരിക്കുമ്പോൾ അമ്മ കവിതകൾ എഴുതി തരാറുണ്ടായിരുന്നു. കേൾക്കുക കൂട്ടിൽ നിന്ന് മേരിക്കും പത്തിലുള്ള കഥകൾ കേട്ട് കവിതകൾ കേട്ടിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മാതൃഭൂമി കലാകൗമുദി വീട്ടിലെത്തി. അച്ഛൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എന്നാലും നമ്മളതിൻ്റെ വായനകൾ തുടങ്ങി. അത് സാഹിത്യ ബാലപഠനത്തിന് അയക്കാതെ അതിൽ ഈ കഥകളെക്കുറിച്ച് ഒരു ചെറിയൊരു ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ പൽത്താവറിൻ്റെ അവിടെ ഒരു യാചകൻ പട്ടിണി മൂലം മരിച്ചു. മുനിസിപ്പാലിറ്റിക്കാർ അദ്ദേഹത്തിനെ കുറിച്ചിട്ടു. സംസ്കാരം നടത്തി. അദ്ദേഹത്തിൻ്റെ ബാന്ധാരങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ 35,000 പൗണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനായർ പറയുന്നത് ദാരിദ്ര്യമുള്ള ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കല്ല ഭണ്ഡാരത്തിൽ 35,000 എടുക്കുന്നു. അത്തരം ചിന്തകൾ എന്തുകൊണ്ടായിരിക്കുമെന്ന് ഒരാൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ഒരു കഥ വിജയിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കഥകളുമായി ഉള്ള എന്തായാലും ഇവിടേക്ക്
ഈ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാം. പ്രത്യേകിച്ച് സുന്ദരനോട്. സുന്ദരൻ ഇച്ചിരി നല്ല തിരക്കുള്ള സമയങ്ങളാണ്. ആ ഇച്ചിരി തിരക്ക് നമ്മുടെ പരിപാടിക്ക് വരാൻ കഴിഞ്ഞ സുന്ദരനോട് ഒരിക്കൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ജലത്തേക്ക് സന്തോഷമായിരുന്നൊരു ചോദിച്ച് പറയാൻ കാസർഗോഡ് പോവാണ്. പിന്നെ ജലത്തേക്ക് നമ്മുടെ ജലത്തേക്കിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ജയചന്ദ്രൻ ഞങ്ങളുടെ സ്കൂളിലെ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനോടും നന്ദി. ജയൻ തോമസ് ചന്ദ്രേട്ടൻ പിന്നെ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയിൽ